It's day 130 and today's question is, have you really moved on from your past? നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ശരിക്കും മൂവ് ഓൺ ആയിട്ടുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ പാസ്റ്റില് എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും, റൈറ്റ്? നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും. പക്ഷെ ആ എല്ലാ മൊമെന്റ്സിൽ കൂടെയും നമ്മൾ ഗോ ത്രൂ ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേർഷനിൽ നമ്മൾ നിൽക്കുന്നത്, റൈറ്റ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് മൂവ് ഓൺ ആയിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പാസ്റ്റിലുള്ള മൊമെന്റ്സിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഹിഡൻ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, റൈറ്റ്? ഹാപ്പിയസ്റ്റ് മൊമെന്റ്സിൽ യെസ് ഓഫ് കോഴ്സ് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാമെന്നല്ലാതെ ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് നമ്മൾ പെയിൻഫുൾ ആയിട്ടുള്ള ഇരിക്കുന്ന സമയത്താണ്. ബിക്കോസ് ആ പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടെ ആൾക്കാർക്ക് നമ്മളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളാണ് ആ ഒരു ടൈമിൽ ഗോ ത്രൂ ചെയ്യുന്നത്. സോ നമ്മൾ നമ്മളുടേതായ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പെയിനിൽ കൂടെ ഗോ ത്രൂ ചെയ്ത് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? സോ അങ്ങനെയുള്ള എക്സ്പീരിയൻസസിനോടൊക്കെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ആൻഡ് ഐ തിങ്ക് എല്ലാം നടക്കേണ്ട സമയത്ത് തന്നെയാണ് നടന്നിട്ടുള്ളത്. സോ അതിന്റെ മെമ്മറീസ് ഒക്കെ ഉണ്ട്, പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനോടൊക്കെ ഗ്രേറ്റ്ഫുൾ ആണ്. ബിക്കോസ് അത് നമ്മൾക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ചെയ്യുമുള്ളൂ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ലൈഫിനെ നോക്കി കാണുന്നത്. ചിലപ്പോ ആ ഒരു പെട്ടെന്നുള്ള ഒരു ചലഞ്ചിങ് മൊമെന്റ് ഒക്കെ വരുമ്പോ നമ്മൾ ആകെ ഡൗൺ ആയി പോവാം. പക്ഷെ എന്താ പറയാ, നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ലൈഫിലുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈഫ് ചൂസ് ചെയ്തത്. സോ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഓവർകം ചെയ്യാൻ നോക്കുക ആൻഡ് മൂവ് ഓൺ ചെയ്യാൻ നോക്കുക. എവിടെയും സ്റ്റക്കായി പോവാതെ അറ്റ് ദ മൊമെന്റ് പ്രസന്റ് മൊമെന്റിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. ഹാപ്പി ആയിട്ടിരിക്കാനുള്ള റീസൺസിനെ തേടി പോവുക. പെയിൻഫുൾ ആയിട്ടുള്ള റീസൺസ് അതിൽ സ്റ്റക്ക് ഓണായി നിൽക്കാതെ ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തൊക്കെ റീസൺസ് നമുക്ക് ചുറ്റുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ഗ്രേറ്റ്ഫുൾ ആയിട്ട്, അതേസമയം പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ ലേൺ ചെയ്ത ലെസൺസിനോടും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം. സോ അങ്ങനെ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിലെങ്കിലും ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫൈൻഡ് യുവർ ഓൺ സ്ട്രെങ്ത് ആൻഡ് അത് ഓവർകം ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോമെന്റ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ.